എല്ലാവരും തമ്മിൽ കണ്ടപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട സൈറ്റിൽ വന്ന മാറ്റമാണ്. സൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ആയിരുന്നു. അത് മാറി ഇപ്പൊ വേറൊരു സൈറ്റാണ് LSG എന്ന് പറയും. അപ്പം ആ സൈറ്റിൽ കൂടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കറക്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതും കറക്ഷൻസും എല്ലാം ഇപ്പൊ ഈ പുതിയ സൈറ്റിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി. പക്ഷെ മാറിയത് കുറെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ അക്ഷയയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നെയിം കറക്ഷൻസ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഹോസ്പിറ്റൽസിൽ നമ്മൾ പേര് കൊടുക്കില്ല, ചിലർക്ക് കൊടുക്കും. അപ്പൊ തന്നെ ഹോസ്പിറ്റൽ വഴി അത് രജിസ്ട്രേഷൻ നടക്കാറുമുണ്ട്. ഇൻ കേസ് ആ സമയത്ത് കൊടുക്കുന്ന പേരിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് കറക്ഷൻ ചെയ്യാനാണ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ആ സൈറ്റിൽ കൂടി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം. LSG-Kerala.government.in എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. K-Smart എന്ന് പറയും. അപ്പം ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് വരുമ്പോഴത്തേക്കിനും സിവിൽ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. സിവിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കിനും താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫൈൻ സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫൈൻ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ജനിച്ച ഹോസ്പിറ്റൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്, ഏത് ലോക്കൽ ബോഡിയുടെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അമ്മയുടെ ഫസ്റ്റ് നെയിം ഒന്നെങ്കിൽ 3 ലെറ്റേഴ്സ് കൊടുത്താൽ മതിയാവും. എന്നിട്ട് സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ അനുസരിച്ചുള്ള രജിസ്ട്രേഷനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്കിത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഈ കാണുന്നതാണ് ഞാനിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇത് തൊട്ട് മുകളിലായിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇത് തന്നെയാണ് അക്ഷയയിൽ പോയാലും നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്ഷൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ഈ സൈറ്റിൽ കൂടെയാണ് സാധിക്കുന്നത്. അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ കറക്ഷൻ ചെയ്യുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം.